നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മികച്ച അവസരമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പ്രൈവറ്റ് ബാങ്കുകളിലൊന്നായ ഫെഡറൽ ബാങ്ക് ലിമിറ്റഡിലെ സെയിൽസ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ ജോബ് ലൊക്കേഷൻസിലാണ്, നിരവധി വേക്കൻസികളുണ്ട്. ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദവും 2 വർഷത്തെ പ്രതിനിധിയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയാം. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എവിടെയൊക്കെയാണ് ജോബ് ലൊക്കേഷൻസ്, കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണണം. എലിജിബിളായുള്ള കൂട്ടുകാർക്കൊണ്ട് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇത് അപേക്ഷിക്കാൻ അവസരം ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സെയിൽസ് ഓഫീസർ കോർപ്പറേറ്റ് സാലറി എന്നാണ് എനിക്ക് പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ശമ്പളം പറഞ്ഞിട്ട് CTC ആണ്, ആനുവൽ CTC ആണ് പറഞ്ഞിരിക്കുന്നത്. 4.64 ലക്ഷം മുതൽ 10.93 ലക്ഷം വരെ ആയിരിക്കും സാലറി വരെ. അപ്പം 40,000 മുതൽ 90,000 വരെ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കും. മിനിമം 2 വർഷത്തെ പ്രതിപരിചയം ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെക്ടറിൽ ഉണ്ടായിരിക്കണം, BFSI സെക്ടറിൽ ഉണ്ടായിരിക്കണം. അപ്പർ ഏജ് ലിമിറ്റ് 35 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. അതായത് 1/8/90 ശേഷം ജനിച്ചവരായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. സെലക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആപ്ലിക്കേഷൻ സ്ക്രീൻ ചെയ്യുന്ന ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടാവൂ, ടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും സെലക്ഷൻ. സ്ക്രീൻ കഴിഞ്ഞതിന് ശേഷം സെലക്ട് ചെയ്യപ്പെടാൻ നേരിട്ട് അറിയിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് അപേക്ഷകൾ അവസാന തീയതി 2026 ഓഗസ്റ്റ് 31 കാര്യം മനസ്സിലാക്കുക. federalbank.bank.in/careers എന്ന സൈറ്റ് വഴി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ അതിനോട് ഞാൻ പറയാം. അതിലേക്ക് നിങ്ങൾ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പോവുക. അതിനുശേഷം അതിനകത്ത് ടാലൻറ്റ് കണക്ട് എന്നുള്ളതിൽ ആക്സസ് ചെയ്യുക. അതിനുശേഷം ഒരു പ്രൊഫൈൽ, നിങ്ങളുടെ പ്രൊഫൈൽ അവിടെ ടാലൻറ്റ് കണക്റ്റിൽ ക്രിയേറ്റ് ചെയ്യുക. അതിൽ സെലക്ട് ചെയ്യുമ്പം റീറ്റെയിൽ ലയബിലിറ്റീസ് അതായിരിക്കണം നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ വർക്ക് ഡൊമൈനായിട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ടത് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള CV നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ പ്രത്യേകം നേരത്തെ ഞാൻ പറഞ്ഞു, സ്ക്രീൻ ചെയ്തതിന് ശേഷമായിരിക്കും ഇൻ്റർവ്യൂ വിളിക്കുക. സ്ക്രീൻ ചെയ്ത് സെലക്ട് ചെയ്യപ്പെടുന്നവരെ നേരിട്ട് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ അറിയിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം സെലക്ഷനായി നിങ്ങളെ തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും. ലൊക്കേഷൻസ് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ആണ് ഞാൻ പറഞ്ഞു. വിവിധ ലൊക്കേഷൻ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ലൊക്കേഷൻ ഉണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സൗത്ത് ഇന്ത്യയിലെ പറയുകയാണെങ്കിൽ ബംഗളൂരു, ചെന്നൈ, കോയമ്പത്തൂർ, ഹൊസൂർ, മംഗലൂർ, അതേപോലെ പനജി, സേലം, തിരുപ്പൂർ, ട്രിച്ചി, മൈസൂർ, ഇത്രയും സ്ഥലങ്ങളിൽ സൗത്ത് ഇന്ത്യ റീജിയണൽ വേക്കൻസി ഉണ്ട്. അതുകൂടാതെ ഭുവനേശ്വർ, ചണ്ഡീഗഡ്, ഡൽഹി, ഗാന്ധിധാം, ഗുരുഗ്രാം, ജയ്പൂർ, കൊൽക്കത്ത, മുംബൈ, നാഗ്പൂർ, നവി മുംബൈ, നോയിഡ, പാട്ന, പൂനെ, സിൽച്ചാർ ഈ സ്ഥലങ്ങളിലും വേക്കൻസികളുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണം. കാരണം ഏതെങ്കിലും വിഷയത്തിലെ ബിരുദവും 2 വർഷത്തെ പ്രവൃത്തിപരിചയമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. കേരളത്തിൽ വേക്കൻസികളില്ല എന്നുകൊണ്ട് കാര്യം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് ഒരു പക്ഷേ വേക്കൻസി വരുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കുറേ സർവീസിന് ശേഷം. അപ്പോൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എലിജിബിളായ കൂട്ടുകാർക്ക് കൊണ്ട് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അപ്ലൈ അവസരം ലഭിക്കും. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴൊക്കെ ഇൻ്റർവ്യൂ പോകുമ്പോൾ ഒന്നിച്ച് പോകാനൊക്കെ അവസരം ലഭിക്കും. എല്ലാവർക്കും നല്ല ഗ്രേഡ് ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.